നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഏപ്രിൽ മാസം 13-ാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 5ഓളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ഭൂമിയുടെ ന്യായവില അടിസ്ഥാനത്തിൽ വാടക പാട്ടക്കരാറുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചത് രജിസ്ട്രേഷൻ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ അവ്യക്തത. കെട്ടിട കൈമാറ്റ കരാറിൽ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ആകെ ഭൂമിയുടെ വിസ്തൃതിയാണോ കെട്ടിടം ഉൾക്കൊള്ളുന്ന സ്ഥലത്തിന്റെ മാത്രം വിസ്തൃതിയാണോ ന്യായവിലയ്ക്ക് പരിഗണിക്കേണ്ടത് എന്ന കാര്യത്തിലാണ് അവ്യക്തത. ഇത് പുനഃപരിശോധിച്ച് അടുത്ത ദിവസം ഉത്തരവിറക്കും. പാട്ടത്തിന് നൽകുന്ന ഭൂമിയുടെ ന്യായവിലയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് കേരളം മുദ്രപത്ര നിയമത്തിൽ ഭേദഗതി വരുത്തുവാൻ ബജറ്റിൽ നിർദ്ദേശിച്ചിരുന്നു. കെട്ടിടം മാത്രം കൈമാറുന്ന ലീസ് കരാറുകൾക്ക് കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ന്യായവിലയോ ആകെ വാർഷിക വാടകത്തുകയോ ഏതാണ് കൂടുതൽ അത് സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കുക അടിസ്ഥാനമാക്കുമെന്നായിരുന്നു ബജറ്റിൽ പ്രഖ്യാപിച്ചത്. പാട്ടക്കാലാവധി 11 മാസമാണെങ്കിൽ കരാറുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമായിരുന്നില്ല. ഇത് സർക്കാരിന് വരുമാന നഷ്ടമുണ്ടാകുമെന്നതിനാൽ ഇനി രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇതിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി 200 രൂപയിൽ നിന്ന് 500 രൂപയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കടമുറികളുടെയും വാടക കരാറുകളും ഈ ഒരു മിനിമം നിരക്കിലാവും രജിസ്റ്റർ ചെയ്യുക. പുതിയ ഭേദഗതി പ്രകാരം പാട്ടക്കരാറിന്റെ കാലാവധിക്കനുസരിച്ച് വിവിധ സ്ലാബുകളായി തിരിച്ചുകൊണ്ട് ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ച് അതിൻ്റെ 10% വരുന്ന തുകയോ വാർഷിക വാടക തുകയോ ഏതാണോ കൂടുതൽ അതിൻ്റെ 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയാവും ഈടാക്കുക. സപ്ലൈകോയുടെ ഉത്സവ ചന്തകൾ ഓരോ താലൂക്കിലും ആരംഭിച്ചിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പ് അധികൃതരാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തന്നെ ഈസ്റ്റർ, റംസാൻ, വിഷു ചന്തകൾ തുറക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തടസ്സം ഉണ്ടായിരിക്കുകയുമില്ല. ഈസ്റ്ററിന് മുൻപ് തന്നെ ചന്തകൾ തുറക്കാനായി അത് വിഷുവിന് തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. സപ്ലൈകോയുടെ 13 സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര, വെളിച്ചെണ്ണ, തൂരപ്പരിപ്പ്, കുറുവ അരി എന്നിവ ലഭ്യമായി തുടങ്ങിയിട്ടില്ല. സർക്കാർ വില കൂടിയെങ്കിലും വിതരണക്കാർ ടെൻഡറിൽ മുഖം തിരിച്ചതാണ് ഈ ഒരു പ്രശ്നം. പഞ്ചസാരയ്ക്കും തൂരപ്പരിപ്പിനും ഉയർന്ന വില നിശ്ചയിച്ചതിനാൽ റീടെൻഡർ നടത്തേണ്ടിയും വന്നു. അതിനനുസരിച്ച് സാധനങ്ങൾ ഇപ്പോൾ ലഭ്യമായി തുടങ്ങുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വലിയ ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ക്ഷണിക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നതെന്നും ടെലിഗ്രാം ആണ് ഇതിനായി വ്യാപകമായി ഉപയോഗിക്കുന്നതെന്നും കേരള പോലീസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ വലയിലാകുന്നവരെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ചേരാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. ലഭിച്ച തുകയുടെയും മറ്റും കണക്കുകൾ ഈ ഒരു ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങൾ സ്ക്രീൻഷോട്ടുകൾ സഹിതം പങ്കുവയ്ക്കും. എന്നാൽ ആ ഗ്രൂപ്പിൽ ബാക്കിയുള്ളവർ എല്ലാം തന്നെ തട്ടിപ്പുകാരുടെ ആൾക്കാരായിരിക്കും. ഏതെങ്കിലും വ്യാജ വെബ്സൈറ്റ് കാണിച്ച് ഇവർ നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുന്നു. ഇതിലൂടെയാണ് തട്ടിപ്പ് നടക്കുക. തട്ടിപ്പിന് ഇരയാകുന്നതിലും നല്ലത് തട്ടിപ്പിന് ഇരയാകാതെ വിവേകത്തോടെ പെരുമാറുന്നതാണെന്നും ഇനി അഥവാ തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം തന്നെ വിവരം 1930 എന്ന നമ്പറിൽ അറിയിക്കുക. കൂടാതെ www.cybercrime.government.in എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നാണ് കേരള പോലീസ് അറിയിക്കുന്നത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.